പ്രശാന്ത്, കേരള ഇലക്ഷൻ ചൂടിലേക്ക് അടുക്കുകയാണ്. അത് നമുക്കറിയാം. ഇപ്പം ആറന്മുളയിൽ 3-ാം തവണയും വീണ ജോർജ് മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധതയും പിണറായി വിരുദ്ധതയും നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യവകുപ്പാണ് ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറന്മുളയിൽ വീണ ജോർജ് ജയിക്കും? ആറന്മുളയിൽ വീണ ജോർജ് ജയിക്കോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാതെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2016 വരേക്കും ഈ പറയുന്ന ഈ ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. അവിടെ ശിവദാസൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടുത്തെ MLA ആയിട്ട് നിന്നിരുന്നത്. ശിവദാസൻ നായർ ഒരു ആരോപണത്തെ തുടർന്ന് ആകെ നാണം കെട്ടി നിൽക്കുന്ന സമയത്താണ് 2016 വോട്ട് വരുന്നത്. അന്ന് ഈ പറയുന്ന ആറന്മുള മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി LDF കച്ച കെട്ടി ഇറങ്ങിയപ്പോൾ പറ്റിയ ആരെയും കിട്ടിയില്ല. അങ്ങനെയൊക്കെ സമയത്താണ് മാധ്യമരംഗത്തെ പെൺപുലിയായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ചോദ്യശരങ്ങൾ കൊണ്ട് വിറപ്പിച്ച് നിർത്തുന്ന വീണ ജോർജിനെ ആദ്യമായി ആറന്മുളയിലേക്ക് പരീക്ഷിക്കുന്നത്. അങ്ങനെ വീണ ജോർജിനെ അവിടെ പരീക്ഷിക്കുന്നു. അത്ഭുതം എന്നോണം ഈ പറയുന്ന ശിവദാസൻ നായരെ തോൽപ്പിച്ചുകൊണ്ട് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന വീണ ജോർജ് അവിടെ ജയിക്കുകയാണ്, MLA ആവുകയാണ്. ആ സമയത്ത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ ടീച്ചറമ്മയാണ്. ടീച്ചറമ്മയുടെ കയ്യിൽ ആരോഗ്യവകുപ്പ് ഭദ്രം. കൊറോണ വരുന്നു. കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഇലക്ഷൻ അതെ ഭംഗിയായിട്ടെന്ന് പറഞ്ഞാൽ കൊറോണ വന്നു, നിപ്പ വന്നു, എല്ലാത്തിനെയും തൊട്ടച്ചു മാറ്റി. LDF അതിന്റെ കൂടെ തന്നെ കിറ്റ് വിതരണമൊക്കെ നടത്തി മൊത്തത്തിൽ LDF തരംഗം ആഞ്ഞടിക്കുന്ന 2021 ഇലക്ഷനിൽ വീണ്ടും ഈ പറയുന്ന വീണ ജോർജ് അവിടെ മാറ്റിവെക്കാൻ എത്തുകയാണ്. ഇത്തവണയും പഴയ ശിവദാസൻ നായർ തന്നെയാണ് പ്രധാന എതിരാളി. ആ സമയത്ത് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഈ പറയുന്ന ശബരിമല വിഷയങ്ങളൊക്കെ നിൽക്കുന്നു. അതിനെ BJP വോട്ട് തന്ത്രമാക്കിയെടുക്കുന്നു. ഈ ആറന്മുള എന്ന് പറയുന്നത് കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവദാസൻ നായരെ തോൽപ്പിച്ചുകൊണ്ട് വീണ ജോർജ് അധികാരത്തിലേക്ക് വരികയാണ്. 7,000-ൽ നിന്നിരുന്ന ഭൂരിപക്ഷം 19,003 വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ ജോർജ് എത്തുന്നു. ടീച്ചറമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്നിടത്ത് ടീച്ചറമ്മയെ തേക്കുന്നു. പകരം ടീച്ചറമ്മയുടെ സ്ഥാനത്തേക്ക് ഇതാ ഈ പറയുന്ന വീണ ജോർജ് നിൽക്കുകയാണ്. പിന്നീട് നടന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനെ കൂടുതൽ പറഞ്ഞ് പല്ലട കുത്തി നാറ്റിക്കാൻ നിൽക്കുന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ചിത്രയുടെ ചോദ്യത്തിലേക്ക് വരാം. ചിത്രയുടെ ചോദ്യം അവിടെ വീണ ജോർജിന്റെ എന്താണ്, വീണ ജോർജ് എങ്ങനെയായിരിക്കും? ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഈ കഴിഞ്ഞ 2 തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും ഈ പറയുന്ന UDFന്റെ കുത്തകയായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ പറയുന്ന ആറന്മുള. ആറന്മുള ശിവദാസൻ നായർ അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് കളഞ്ഞതാണ്. പക്ഷെ ഇത്തവണ വന്നിരിക്കുന്ന ഈ പറയുന്ന അബിൻ, അതായത് അബിൻ വർക്കി എന്ന് പറയുന്ന പയ്യൻ, അവനെ നമ്മൾ അത്ര കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ വീണ ജോർജിന് എതിരാളി അബിൻ വർക്കി മാത്രമല്ല, കുമ്മനം രാജശേഖരൻ BJPക്ക് നിൽക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന അത്ര കുറഞ്ഞ വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം RSSലൂടെ വളർന്നു വന്ന് BJPയുടെ പ്രസ്ഥാനത്തിലേക്ക് വളർന്നു വന്ന് സംസ്ഥാന അധ്യക്ഷനായിട്ട് വരെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പിന്നെ ഇടയ്ക്ക് മറ്റേ മെട്രോ വിഭാഗത്തിലാണ് കുമ്മനടി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ വന്നത്. അതിപ്പോഴും ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ ഇപ്പോഴും ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ വിഷയം അബിൻ കെ വർക്കി വേഴ്സസ് വീണ ജോർജ് എന്നിരിക്കെ ഈ പറയുന്ന അബിൻ കെ വർക്കി KSUവിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു എന്താ പറയുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു യുവനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ്, നല്ല പ്രസംഗികനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ്. അബിൻ കെ വർക്കിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൈവിട്ടുപോയ ആറന്മുള മണ്ഡലം തിരിച്ചു പിടിക്കുവാനായിട്ട് ഈ പറയുന്ന അബിൻ കെ വർക്കിയെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് ആകെ നാണം കെട്ടി നിൽക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന ഭരണവിരുദ്ധതയും പിണറായി വിരുദ്ധതയും ആഞ്ഞടിക്കുന്ന ഈ ഇലക്ഷനിൽ സ്വാഭാവികമായി UDF ആണ് അധികാരത്തിൽ കയറുക എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും UDF എന്ന് മാത്രം പറയുക എന്നുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന ആറന്മുളയിലും മാറ്റത്തിന്റെ കൊടുങ്കാറ്റുണ്ടാവും. വീണ ജോർജ് തോൽക്കുമെന്നുള്ളതിന് 100-ൽ 110% ഉറപ്പായ സാഹചര്യമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇനി ഇതിന്റെ പേരിൽ ഭരണവിരുദ്ധതയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഈ ഒരു ആരോഗ്യവകുപ്പ് തന്നെയാണ് 99% ഭരണവിരുദ്ധതയ്ക്ക്. പിന്നെ ഒരു 99% എന്നല്ല, 50-50, 50% മാടമ്പിത്തരം. മുഖ്യമന്ത്രിയുടെ മാടമ്പിത്തരം 50%, ബാക്കി 50% ഈ പറയുന്ന 50%-ൽ 25% ആരോഗ്യവകുപ്പ്, 25% മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ആഭ്യന്തര വകുപ്പും കൂടെ. ആരോഗ്യവകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന വെച്ചെങ്കിൽ സാധാരണക്കാർക്കിടയിൽ ആ ഒരു പേര് ഇപ്പോഴും അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ മറ്റേ കെട്ടിടം തകർന്നുകൊണ്ട് ഒരു സ്ത്രീ മരിക്കുന്നു. കാലിന് ഓപ്പറേഷൻ ചെയ്യാൻ വന്ന യുവാവിൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നു. ഒരു ഗർഭിണിയുടെ വയറ്റിനുള്ളിൽ
കത്രിക വെച്ച് തയ്ക്കുന്നു. അങ്ങനെ കുറേ വിനോദങ്ങളാണ്, എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിനോദങ്ങൾ. അതിനിടയ്ക്ക് പണിതീരാത്ത ആശുപത്രി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തുന്നു. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടുവാനാണ്? ഇവിടുത്തെ ജനങ്ങളൊന്നും മണ്ടന്മാരൊന്നുമല്ല. ഒരു 25 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ ഒരു രസമുണ്ട്. കാരണം അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പത്രത്തിൽ എഴുതുന്നത്, റേഡിയോയിൽ കേൾക്കുന്നതും ടി വിയിൽ കാണുന്നതും മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തായിരുന്നെങ്കിൽ ഇതൊക്കെ രസമുണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടം മാറി. അപ്പപ്പോൾ നടക്കുന്നു, അപ്പപ്പോൾ അറിയാനുള്ള ഒരു സംവിധാനം, സാറ്റലൈറ്റ് പോലും ഇല്ലാതെ ലൈവായിട്ട് കാര്യങ്ങൾ കയ്യിലിരിക്കുന്ന ഈ 10 ഇഞ്ച് സ്ക്രീനിലേക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് കൂട്ട് വേഷം കെട്ടുകയൊക്കെ കൊണ്ട് ആറന്മുളയിൽ പോയിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ 100% തോക്കും എന്നുള്ള ഉറപ്പാണ്. ഈ പറയുന്ന 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ ജയിച്ച് വന്നെടുത്ത് രണ്ടാം തവണ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ ഈ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ അവിൻ കെ വർക്കിക്ക് ജയിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് ചോദിച്ചാൽ BJP പിടിക്കുന്ന വോട്ടുകൾ, കുമ്മനം രാജശേഖരൻ അവിടേക്ക് വരുമ്പോൾ ഈ പറയുന്ന BJP പിടിക്കുന്ന വോട്ടുകൾ എല്ലാം തന്നെ LDFന്റെ വോട്ടുകൾ തന്നെയാണ്. അതേസമയം കോൺഗ്രസിന്റെ വോട്ടുകൾ, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അവിടെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന LDFിൽ നിന്നാണ് കുമ്മനം രാജശേഖരൻ പിടിക്കുന്ന വോട്ടുകൾ. കുമ്മനം രാജശേഖരൻ 10,000 വോട്ട് പിടിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 2,000 വോട്ട് പിടിച്ചെന്നിരിക്കട്ടെ. ഈ 2,000 വോട്ടിൽ 1,000 വോട്ട് BJPയുടെ ആണെങ്കിൽ 1,000 വോട്ട് ആരുടെയാണ്? LDFന്റെ വോട്ട് തന്നെയാണ്. അത് കുറയുന്നത് ഈ LDFന്റെ ഭൂരിപക്ഷമാണ്. പോരാത്തിന് ഇപ്പോൾ നിൽക്കുക നമ്മൾ പറഞ്ഞ ഭരണവിരുദ്ധത, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് കൊണ്ട് കുളമാക്കി ചെളിയാക്കി ഇട്ടിരിക്കുന്നത്. അതിന്റെ ഈ വിരുദ്ധതകളെല്ലാം തന്നെ വീണ ജോർജിനെതിരെ ആഞ്ഞടിക്കുകയും തീർച്ചയായും അവിൻ കെ വർക്കിക്ക് അസൂയാവഹമായ ഒരു വിജയം ഈ പറയുന്ന ആറന്മുളയിൽ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇനി കുമ്മനം രാജശേഖരന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മഞ്ചേശ്വരം, അതുപോലെ തന്നെ പാലക്കാട്, ഈ പറയുന്ന നേമം, അതുപോലെ തന്നെ ഈ പറയുന്ന ആറന്മുള, ഇവിടെയെല്ലാം തന്നെ ഈ BJP NDA സഖ്യം ഇറക്കിയിട്ടുള്ളത് ആരെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ, അയാളുടെ പ്രഭാവം എന്താണെന്നുള്ളതും അയാൾ എന്താണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് ഈ പറയുന്ന K സുരേന്ദ്രൻ, ഇവരെല്ലാം തന്നെ ഈ പറയുന്ന BJPയുടെ മുഖങ്ങളാണ്, അല്ലെങ്കിൽ BJPയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നവരാണ്. അതുപോലെ R ശ്രീരേഖ IPS എന്താ, വട്ടിയൂർക്കാവ് R ശ്രീരേഖ IPS എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവരും BJPയുടെ ഒരു മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അവർ മുൻപേ അവരൊരു ഐക്കണായിരുന്നു, ഒരു വുമൺ ഐക്കണായിരുന്നു. അങ്ങനെ വുമൺ ഐക്കണിനെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന വട്ടിയൂർക്കാവ് നിർത്തിയിരിക്കുന്നു, നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയിരിക്കുന്നു, ഈ പറയുന്ന ആറന്മുളയിൽ ഇതാ കുമ്മനം രാജശേഖരനെ നിർത്തിയിരിക്കുന്നു, ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിർത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ പറയുന്ന K സുരേന്ദ്രൻ നിർത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ മറ്റൊരു കാര്യമാണ്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്നത് തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, ഈ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഒരു 90% BJP അനുഭാവികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, കേരളത്തിൽ ഭൂരിപക്ഷ വിഭാഗമുള്ളപ്പോൾ എന്തുകൊണ്ട് BJPക്ക് ഇവിടെ ജയിക്കാൻ പറ്റുന്നില്ല? ആ ഒരു ചോദ്യം കൂടെ വരുമ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് തങ്ങൾക്ക് ഇവിടെ ജയിക്കുവാൻ പൊതുവെ വോട്ടിനോട് വിമുഖത കാണിക്കുന്ന ഒരു കൂട്ടമാണ് ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ. ബാക്കിയുള്ളവർ എന്തായാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല, അപ്പോൾ പിന്നെ ഞങ്ങളുടെ വോട്ട് മറ്റൊരാൾക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ് വോട്ട് മറിക്കുകയാണ്. അത് പോകുന്നത് ഈ പറയുന്ന LDFിലേക്കും അത് 1% പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസിലേക്കുമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി തോക്കുകയും തൽഫലമായിട്ട് LDFും അല്ലെങ്കിൽ UDFും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും ഈ 2021 ഇലക്ഷനിലേക്ക് വരുമ്പോൾ BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന, ചിതറിക്കിടന്നിരിക്കുന്ന ഭൂരിപക്ഷ സമുദായങ്ങളെ ഒന്നിച്ചു ചേർത്ത് തങ്ങളുടെ വോട്ട് ബാങ്ക് സേഫ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവുകയായിരുന്നു. അതിൽ അവർ നന്നായി തന്നെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ഉറപ്പുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് വിജയ സാധ്യതയുള്ള മേഖലകളിൽ തങ്ങളുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ നിർത്തി മത്സരിപ്പിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് BJP ഇപ്പോഴാണ് പോയിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന വട്ടിയൂർക്കാവ്, നേമം, ഈ പറയുന്ന ആറന്മുള, ഈ പറയുന്ന പാലക്കാട്, ഈ പറയുന്ന മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അവരുടെ എണ്ണം എടുത്ത് പറയുമ്പോൾ R ശ്രീരേഖ IPSനെ വട്ടിയൂർക്കാവ് നിർത്തിയിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ നേമത്ത് നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ആറന്മുളയിൽ ഈ പറയുന്ന വീണ ജോർജിനെതിരായിട്ട് കുമ്മനത്തിനെ നിർത്തിയിരിക്കുന്നു. ഈ പാലക്കാട് ഈ പറയുന്ന രമേശ് പിഷാരടിയുടെ ഒരു എന്താ പറയുക, ഒരു ഓറ അവിടെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏകദേശം UDF വിജയം ഉറപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും അവിടെ ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന LDFിൻ്റെയൊക്കെ കോട്ടയായിട്ടുള്ള ഒരു കളവെന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന മഞ്ചേശ്വരത്ത് കൊണ്ടുപോയിട്ട് K സുരേന്ദ്രനെ നിർത്തിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആത്മവിശ്വാസം അത്രയധികം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് ഇവർക്ക് ഇത്രയും ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന NDA BJP സഖ്യത്തിന് ഇത്രയും വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള കാരണം. ഈ പറയുന്ന ഇവരുടെ ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും LDFിൻ്റെ വോട്ടുകളെ ചെതറിച്ച് കളയും.
കാരണം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല, അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ഈ വോട്ടുകൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? LDF-ലേക്കാണ് പോകുന്നത്. ആ വോട്ടുകളെ BJP തങ്ങളുടേതാക്കി മാറ്റി ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന്റെ വോട്ട് നഷ്ടപ്പെടുകയും അതേസമയം ഞങ്ങൾക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടുകളുണ്ടെന്ന് പറഞ്ഞ് സ്വതന്ത്രരായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് അവരുടെ വോട്ടുകളെ സേഫ് ആക്കുകയും അതിലൂടെ വിജയം ഉറപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ചിത്രപരഞ്ഞുള്ള ഭരണവിരുദ്ധത, അതുപോലെ തന്നെ പിണറായി വിരുദ്ധത. തീർച്ചയായിട്ടും ആറന്മുള ഇത്തവണ വലതുപക്ഷത്തിനൊപ്പം തന്നെയാണ്. ഈ പറയുന്ന അബിൻ കെ വർക്കി അസൂയാവഹമായ ഒരു വിജയം നേരും. അത് ഈ പറയുന്ന വീണ ജോർജ് രണ്ടാം ഘട്ടത്തിൽ നേടിയ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ അബിൻ കെ വർക്കി തീർച്ചയായിട്ടും ഈ പറയുന്ന ആറന്മുളയിൽ ഈ പറയുന്ന ത്രിവർണ്ണ പതാക വീശി തന്നെ ജയിക്കും, ജയിച്ച് കയറും. ജയിച്ചാൽ MLA ആണ്, ഒരുപക്ഷെ മന്ത്രിയാവാനുള്ള സാധ്യതയാണ്. അത് നമുക്ക് മെയ്യിൽ കാത്തിരുന്ന് കാണുക തന്നെ വേണം.